നമസ്കാരം. നെളിയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മേൽക്കൂര തകർന്ന് തലയ്ക്കുമീതെ ഭീഷണിയായി ചാലിശ്ശേരി സ്കൂളിന് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. സ്കൂൾ തുറക്കാൻ കേവലം 2 ദിവസം മാത്രം ശേഷിക്കെ അധികൃതരുടെ അവഗണനയുടെ നേർസാക്ഷ്യമാവുകയാണ് തകർന്നു വീഴാറായ ഈ സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പാലക്കാട് ജില്ലയിലെ തന്നെ ആദ്യത്തെ സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ ദുർഗതി. നിലവിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാമെന്ന അവസ്ഥയിലാണുള്ളത്. 10 വർഷം മുമ്പ് സംസ്ഥാന ടൂറിസം മന്ത്രിയായിരുന്നു സ്മാർട്ട് ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്തത്. ചാലുശ്ശേരി ഹൈസ്കൂളിലെയും GLP സ്കൂൾ ചാലുശ്ശേരിയിലെയും വിദ്യാർത്ഥികൾക്കും അടയ്ക്ക മാർക്കറ്റിലെത്തുന്ന കർഷകർക്കും യാത്രക്കാർക്കും ആശ്രയമായിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ദീർഘകാലമായി തകർന്നു കിടക്കുന്നത്. സൗജന്യ വൈഫൈ മുതൽ വായനാമുറി വരെ ആധുനിക സൗകര്യങ്ങളോടുകൂടെ നിർമ്മിച്ച കേന്ദ്രം നിലവിൽ ചെറിയൊരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുമെന്ന സ്ഥിതിയിലാണുള്ളത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആദ്യഘട്ടത്തിൽ തന്നെ പലരും ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ ഗൗരവമായി എടുത്തില്ല. 1 വർഷത്തിനു ശേഷം കാറ്റടിച്ച് മേൽക്കൂര പറന്നുപോയി. പിന്നീട് ലൈബ്രറിയും പത്രവായനയും വൈഫൈയും സൗരോർജ്ജ പാനലും റേഡിയോ സംഗീതവും വാർത്തയുമെല്ലാം ഓരോന്നായി നിലച്ചു. MLA ഫണ്ട് ഉപയോഗിച്ച് സ്മൈൽ പദ്ധതിയിൽ നിർമ്മിച്ച ഈ കേന്ദ്രം 9 വർഷമായി തകർച്ചയിലായിട്ടും ഇത് നവീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. നിർമ്മാണം ഏറ്റെടുത്തവർ കേടുപാടുകൾ തീർക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതും നടപ്പായില്ല. ചാലുശ്ശേരി അങ്ങാടിയിലെ പ്രധാനപ്പെട്ട തിരക്കേറിയ ഭാഗവും ഓട്ടോ ടെമ്പോ സ്റ്റാൻഡുകളും സ്കൂളും ഇവിടെയാണുള്ളത്. സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി സ്കൂൾ തുറക്കുമ്പോഴേക്കും നവീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നതായി പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. സ്റ്റീൽ നിർമ്മിത ഇരിപ്പിടങ്ങളുടെ സ്ഥാനത്ത് കുത്തിനാട്ടിയ 7 ഇരുമ്പ് കമ്പികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കേടുപാടുകൾ തീർക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരള ചരിത്ര ഗവേഷണ കൗൺസിലും എൻലൈറ്റ് തൃത്താലയും സംയുക്തമായി കുട്ടികൾക്കായുള്ള ചരിത്ര പഠന സഹവാസ ക്യാമ്പ് നടത്തി. മെയ് 27, 28, 29 തീയതികളിലായി വാവന്നൂർ അഷ്ടാംഗം കോളേജിലാണ് ചരിത്ര ക്യാമ്പ് നടത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KN ഗണേഷിന്റെ അധ്യക്ഷതയിൽ TK നാരായണദാസ് സ്വാഗതം പറഞ്ഞു. എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K രാമചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർപേഴ്സൺ പ്രൊഫസർ KN ഗണേഷ്, തമിഴ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ V സെൽവകുമാർ, പ്രൊഫസർ KP ഷാജൻ, ടീം അംഗങ്ങളായ ശ്രീലത ദാമോദരൻ, ഡോക്ടർ ജസീറ, ശ്രീദേവി എന്നിവരുൾപ്പെടെ ചരിത്ര ഗവേഷണ കൗൺസിലിലെ ഫാക്കൽറ്റികൾ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. ചരിത്രരചനയുടെ ഉപകരണങ്ങളായ ഇൻസ്ക്രിപ്റ്റുകൾ, ശിലാരേഖകൾ, പര്യവേഷണോപകരണങ്ങളും ഗവേഷണ രീതിയും ക്ലാസുകളിലൂടെ പരിചയപ്പെടുത്തി. ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള തളി നെടുമ്പറം ക്ഷേത്രം, കൂടല്ലൂർ മന, പ്രാചീന ശിലായുഗ സംസ്കാര തെളിവുകളായ കുടക്കല്ലുകൾ, മുനിയറ, സാമൂഹ്യ പരിഷ്കർത്താക്കളായ VT ഭട്ടതിരിപ്പാടിന്റെ വീട് എന്നിവ സന്ദർശിച്ചു. ഉദ്ഖനന രീതികളും കണ്ടെടുത്ത വസ്തുക്കളും നേരിട്ടും വീഡിയോയിലൂടെയും പരിചയപ്പെടുത്തി. TK നാരായണദാസ്, V രാമൻകുട്ടി, MV രാജൻ, K വേണുഗോപാൽ, P രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തൃത്താല മണ്ഡലത്തിലെ 14 ഹൈസ്കൂളുകളിൽ നിന്നും 42 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ നടത്തി. പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ ഷമീർ വക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് AK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PA റിയാസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ VV പ്രശോഭ് കുമാർ കണക്കും അവതരിപ്പിച്ചു. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ഉണ്ണിക്ക് യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച ധനസഹായം ഉണ്ണിയുടെ കുടുംബത്തിന് കൈമാറി. മുതിർന്ന വ്യാപാരികളായ ഉണ്ണികൃഷ്ണനെയും വിശ്വനാഥനെയും പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ER റെനിൻ, വൈസ് പ്രസിഡന്റ് K അഷ്റഫ്, സെക്രട്ടറിമാരായ KA സദക്കത്ത്, PK രാമചന്ദ്രൻ, യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് നൌഫൽ, കൂട്ടുപാത യൂണിറ്റ് പ്രസിഡന്റ് K അജിത് എന്നിവർ സംസാരിച്ചു. ജലസംരക്ഷണത്തിനായി NSS വോളണ്ടിയർമാർ മുന്നിട്ടിറങ്ങിയതോടെ സ്കൂളിന് ലഭിച്ചത് ജലസമൃദ്ധി. കിണറിലെ ജലാശയം നിലനിർത്താൻ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ പദ്ധതിയാണ് സംസ്ഥാന തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. 2021 HSS വിഭാഗത്തിൽ വലിയ കിണർ കുഴിച്ചത്. ഈ കിണറിലെ വെള്ളം ജനുവരി മാസം തന്നെ വറ്റുക പതിവാണ്. കിണറിലെ ജലാശയം നിലനിർത്താൻ കഴിഞ്ഞ വർഷമാണ് മണ്ണിനൊപ്പം NSS എന്ന പദ്ധതിയുമായി പ്രിൻസിപ്പാളും കുട്ടികളും മുന്നോട്ട് വന്നത്. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്നതിനായി ക്യാമ്പസിൽ മഴക്കുഴികൾ ഉണ്ടാക്കി കുഴിയിൽ ഉണങ്ങിയ ഇലകളും ചകിരിയും നിറച്ച് മുകളിൽ മണ്ണ് പരത്തി. ഇതുവഴി കാലവർഷത്തിന് ലഭിക്കുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുവാൻ തുടങ്ങി. ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കിണറിൽ കുടിവെള്ളം സുലഭമായിരുന്നതായി പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ പറഞ്ഞു.
ഇതിന്റെ അടിസ്ഥാനത്തിൽ കിണറിന് സമീപവും മറ്റുമായി കഴിഞ്ഞ ദിവസം നിലവിലുള്ള മഴക്കുഴികളുടെ ആഴം കൂട്ടി കരിയിലകളും ചകിരിയും കുഴിയിൽ നിറച്ചു. കൂടാതെ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലെ മഴവെള്ളവും കിണറിലേക്ക് റീചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി കാലവർഷത്തിൽ ലഭിക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്നതോടെ അടുത്ത വർഷം സമൃദ്ധിയായി കുടിവെള്ളം കിട്ടുമെന്നാണ് പ്രതീക്ഷ. പൂർവ്വ വിദ്യാർത്ഥികളായ സതീഷ്, ശിവകുമാർ, NSS അംഗങ്ങളായ അഖിനേഷ്, ഹൃതിക്, ഗായത്രി, ദിവ്യ, ലിയ തുടങ്ങിയവരാണ് മഴക്കുഴി നിർമ്മാണത്തിന് കഠിന പ്രയത്നം നടത്തിയത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലത്തിൽ മികച്ച ഹരിത ക്യാമ്പസായ ഇവിടെ ഫലവൃക്ഷങ്ങൾ, ഔഷധസസ്യങ്ങൾ, പൂക്കൾ, ആമ്പൽക്കുളം എന്നിവയോടെയുള്ള ഉദ്യാനവും മനോഹര കാഴ്ചയാണ്. റംബൂട്ടാൻ, മാതളം, ബദാം, അനാർ, സപ്പോട്ട, മിറാക്കിൾ ഫ്രൂട്ട്, ബുഷ് ഓറഞ്ച് തുടങ്ങിയ വ്യത്യസ്ത ഫലവൃക്ഷങ്ങൾ, മാവ്, പ്ലാവ്, ഔഷധസസ്യങ്ങൾ എന്നിവയും ഹരിതാപമായ ക്യാമ്പസിനെ നിറം പകരാൻ വിവിധതരം പൂച്ചെടികളും വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൃഷിക്കൊപ്പം പഠനത്തിലും സ്കൂൾ മുന്നിലാണ്. +2 പരീക്ഷയിൽ തൃത്താല ഉപജില്ലയിൽ എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ സ്കൂൾ. ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭകാലം മുതൽ 15 വർഷം തുടർച്ചയായി 90% വിജയം നേടുന്നതും SSLCക്ക് 99.77% വിജയവും നാടിന് അഭിമാനമായി. സംസ്ഥാന തലത്തിൽ സർക്കാർ സ്കൂളുകളിൽ 75ാം സ്ഥാനവും കൈവരിച്ചിട്ടുണ്ട്. മഴക്കുഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി ഉണ്ടാക്കി അതിനകത്ത് തേങ്ങയുടെ തൊണ്ട് ചകിരി നിറച്ചു പാകി. അതാണ് 7 എണ്ണം ഈ കിണറിൻ്റെ പരിസരത്തും ഈ ക്യാമ്പസിലുമായിട്ട് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ വർഷം മഴ കുറവായിരുന്നെങ്കിൽ പോലും കിട്ടിയ വെള്ളം നമ്മുടെ ഈ ക്യാമ്പസിൽ ഈ മണ്ണിൽ സ്റ്റോർ ചെയ്യാൻ സാധിച്ചു. കൊടിയ വേനൽക്കാലമായിരുന്ന ഈ മാർച്ചിലും ഏപ്രിലിലും ഒക്കെ നിറയെ വെള്ളം ഈ കിണറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ NSS വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. അതായത് ഒരു ജലയുദ്ധം തന്നെ നടക്കാൻ ഭാവിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വറ്റാത്ത ഉറവകൾ ഉണ്ടാവുന്ന ഒരു കിണർ വലിയ ഒരു ശ്രമമാണ്, വലിയൊരു പുണ്യപ്രവൃത്തിയും കൂടിയാണ്. അത് NSS പ്രവർത്തകർ, ഈ സ്കൂളിലെ NSS വോളണ്ടിയർമാർ ചെയ്ത ഈ പ്രവൃത്തി ചാലിശ്ശേരി ബ്രാൻഡിൻ്റെ ഉത്തമ മാതൃകയും കൂടിയാണ്. BJP പട്ടിത്തറ, കക്കാട്രി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ വികസിത കേരളം നിശ ശില്പശാല BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്തിന് മുൻപ് ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ പട്ടിത്തറ പഞ്ചായത്ത് പൂർണ്ണ പരാജയമെന്ന് യോഗം വിമർശിച്ചു. ആലൂർ ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, സെക്രട്ടറി സുധീഷ് കുറുപ്പത്ത്, ജനറൽ സെക്രട്ടറി നാരായണൻകുട്ടി, കക്കാട്രി ഏരിയ പ്രസിഡന്റ് രാജേഷ് കൊളപ്പുറത്ത്, പട്ടിത്തറ ഏരിയ പ്രസിഡന്റ് PK മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിപ്പുറത്ത് യുവാവിനെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിപ്പുറം സ്വദേശി ആലുക്കൽ ജാഫറാണ് മരിച്ചത്. സുഹൃത്തായ മല്ലൂർ കടവിലെ വരിക്കപ്പുലാക്കൽ അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിലാണ് ജാഫറിനെ മരിച്ച നിലയിൽ കണ്ടത്. കാറിന്റെ മുൻസീറ്റിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.